ഹലോ, ഇന്നത്തെ മിനി വ്ലോഗ് നോക്കിയാലോ. ഇപ്പോൾ കാലത്തുള്ള ക്ലൈമറ്റൊക്കെ എന്ത് രസമല്ലേ, കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് ആകെ മൊത്തത്തിലൊരു ശാന്തമായിട്ടുള്ള ചുറ്റുപാട്. ഇന്ന് ആകാശവും കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്, നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് പുറത്ത് നിൽക്കുമ്പോൾ. അപ്പോൾ പുറത്ത് നിന്ന് ചായയൊക്കെ കുടിക്കാമെന്ന് കരുതി, എന്നിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക്. പിന്നെ ഞാനിവിടെ വോയിസ് കൊടുക്കുമ്പോൾ നല്ല കാറ്റുണ്ട്, അതിൻ്റേതായ സൗണ്ടൊക്കെ വോയിസിലും കേൾക്കുന്നുണ്ട്. സോറി. സേമിയ ഉള്ളത് കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് കരുതി അതിലേക്കുള്ള കടുക് താളിച്ച് ഉള്ളി പച്ചമുളക് ഇട്ട് വഴറ്റി വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇന്ന് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. ഞാൻ ഇന്ന് അതൊന്നും ചേർക്കുന്നില്ല. നേരെ ഇതിലേക്ക് സേമിയ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, സംഭവം റെഡി. ഇതുപോലെ ഒട്ടി നിൽക്കാത്ത സേമിയ ഉപ്മാവാണ് എനിക്കിഷ്ടം. ഇതുപോലെ കഴിക്കുമ്പോഴാണ് കഴിക്കാനായാലും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കാറുള്ളൂ. അതിനിടയിൽ മീൻ വന്നപ്പോൾ മീൻ മേടിച്ചു. ഇനി ലഞ്ചിൻ്റെ പരിപാടികൾ നോക്കാമെന്ന് കരുതി ചോറിനുള്ള അരി കഴുകിയിട്ട ശേഷം ബാക്കിയെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. കറി ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു രസമാണ് വയ്ക്കുന്നത്. കൂടെ മീനും ഫ്രൈ ആക്കാമെന്ന് കരുതി. ഈയിടെ ട്രെൻഡിങ്ങിലുണ്ടായിരുന്നല്ലോ ഒരു ഫിഷ് ഫ്രൈ, അതാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. പക്ഷേ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പല വീഡിയോസിലും കണ്ടു മടുത്തവരാവുമല്ലോ, അതുകൊണ്ട് ഇനിയും മടുപ്പിക്കുന്നില്ല. പിന്നെ രസം അടിപൊളിയാണ്. വെളുത്തുള്ളി ജീരകം കുരുമുളകൊക്കെ അരച്ചെടുത്ത് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ഫേവറേറ്റ് ആണത്. ആ ഒരു രസം മാത്രം മതി, ചോറിന് വേറെ ഒന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റാണത്. പിന്നെ മീൻ ഇവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് വറ്റിച്ചെടുത്ത് ഫ്രൈ ചെയ്യുന്ന ഒരു ടൈപ്പാണ്. ഇത് ഞാൻ മുൻപും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നല്ലൊരു റെസിപ്പി തന്നെയാണ്. മോള് മീൻ കഴിക്കാറില്ല, അതുകൊണ്ട് അവൾക്ക് വേണ്ടി മുട്ട പൊരിച്ചതാണ്. ഇനി ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ റെഡിയായി പുറത്തു പോകാനായിട്ട്. ടൗണിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ വേണ്ടതൊക്കെ വാങ്ങി, പിന്നെ കുറച്ച് ഡ്രസ്സും വാങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.